നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാത്തിനും നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. സ്വന്തം അമ്മയാ കള്ള പരാതി കൊടുത്ത് നിങ്ങളെ സ്റ്റേഷനിലേക്ക് അയച്ചത്. എന്ത് കാണാൻ നിൽക്കുക? പോയിന്റ് എല്ലാരും. ഇതിച്ചിരി കടന്ന കൈയായി പോയി മോളെ. ഒന്ന് പോടി അവിടെ നിന്ന്. ഇനി താൻ എന്തിനാണ് അവിടെ നിൽക്കുന്നേ? ഇറങ്ങി പോണോ? എന്താ അമ്മയെ സ്റ്റേഷനിലേക്ക് അയച്ചതിൽ കുറ്റബോധം വല്ലതും തോന്നുന്നുണ്ടോ? കുറ്റബോധമല്ല, ഇത്രയേ ചെയ്യാൻ കഴിഞ്ഞുള്ളല്ലോ എന്നുള്ള ഒരു ആത്മരോക്ഷമാ. ഒരമ്മ എന്ന നിലയില് അവരുടെ മനസ്സിന്റെ കോണിലെങ്കിലും അവർക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ എങ്ങനെയും ജീവിച്ച് പൊക്കോട്ടേന്ന് അവർക്ക് വേണമെങ്കിലും വിചാരിക്കായിരുന്നു. അതിന് പകരം അവരും ശാലിനിയും കൂടി എന്റെ ഉപജീവന മാർഗമായ ഹോട്ടൽ കത്തിച്ചു. അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹോട്ടൽ കത്തിച്ചത് ഞാനാ. അവരെ ഞാനാ പറഞ്ഞു വിട്ടത്. ബാലേട്ടൻ എന്താ ഈ പറയുന്നേ? ഒച്ചയും ബഹളമൊന്നും വെച്ച് ആളെ കൂട്ടണ്ട. ശാരദാമ്മയോടും ശാലിനിയോടും പ്രതികാരം ചെയ്യണമെന്നായിരുന്നല്ലോ ശാരികയുടെ ആഗ്രഹം. ഞാൻ നോക്കിയപ്പോൾ എളുപ്പം പക വീട്ടാനുള്ള വഴിയായത്. ഹോട്ടൽ കത്തിക്കൊന്ന് ശാലിനി പരസ്യമായി വെല്ലുവിളിച്ചത് നമുക്കൊന്നാം തരം പിടിവള്ളിയായില്ലേ? ഈ സുവർണ അവസരം നമ്മൾ ഉപയോഗിക്കണ്ടേ ശാരികേ? പക്ഷെ ബാലേട്ട, പക അതെങ്ങനെയാണോ വീട്ടുന്നേ? പിന്നെ ഒരു ഓലപ്പുര കുത്തിച്ചാരി വെച്ച് അതിന് 4 ദോശ കിട്ടും, പെറോട്ട അടിച്ചും ശാരിക വലിയ കോടീശ്വരിയാവുന്ന. നമ്മുടെ ഭാഗം ജയിക്കണമെന്നുണ്ടെങ്കിൽ അല്പം വളഞ്ഞ വഴിയൊക്കെ പ്രയോഗിക്കണം. ആദ്യത്തെ അടി എന്നെ കനത്തതായിരിക്കണം ശാരികേ, എന്നാലേ തല പൊക്കും മുമ്പേ പിന്നെ അടിക്കാൻ പറ്റൂ. ബാലേട്ട, എന്നാലും ദേ ശാരിക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഹോട്ടൽ കെട്ടിയതും കത്തിച്ചതും എല്ലാം ഞാനീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ശാരികയ്ക്ക് ഒരിക്കൽ ബോധ്യപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ ശാരികയ്ക്ക് ഒരു കാര്യം ചെയ്യാം. കൊടുത്ത പരാതി ഒരു തെറ്റിദ്ധാരണയുടെ പേരിലുള്ളതാണെന്നും ഹോട്ടൽ കത്തിച്ചത് ഞാനാണെന്നും പോലീസിൽ മൊഴി കൊടുത്ത് ശാരദാമ്മ ഇറക്കിക്കൊണ്ടുപോരാം. പിറന്ന് വീണപ്പോ മുതലേ വെറുപ്പോടെ വളർത്തിയതെങ്കിലും പെറ്റമ്മയല്ലേ, സ്വാഭാവികം. അവരെല്ലാം പിന്നിൽ നിന്ന് കുത്തി ആത്മഹത്യക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോ ശാരികയെ പിന്തുണച്ച് കൂടെ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തി എനിക്ക് എന്നെങ്കിലും ഇത് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഞാനാരും അല്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.